ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളെ നിച്ചുട്ടൻ്റെ സ്കൂളിൽ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. മീറ്റിങ്ങിനൊക്കെ പോയി വന്ന് പിന്നെ നിച്ചുട്ടൻ ആദ്യമായിട്ട് സ്കൂളിൽ നിന്ന് ടൂറ് പോവുകയാണ് കേട്ടോ. ഈ മാസം 24-നായിരുന്നു ടൂറ് ഫിക്സ് ചെയ്തിരുന്നത്. അത് എന്തോ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം അത് 17-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പോവുകയാണല്ലേ നെച്ചോ? എന്താ അടിപൊളി, അടിച്ചു പൊളിച്ച് വരും. അവന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഇത് പിന്നെ പോണില്ല, ഇത് സ്കൂളിലൊന്നും പോവാത്ത ആളാണ്, അതുകൊണ്ട് ഇത് പോണില്ല. പിന്നെ അപ്പം അവന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാട്ടോ. അപ്പം ഇന്ന് മീറ്റിംഗ് ആയിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. മീറ്റിങ്ങിന് പോയി. ഫസ്റ്റ് PTA മീറ്റിംഗ് ആണ് ഉണ്ടായിരുന്നത്. 2 മീറ്റിംഗ് ഉണ്ടായിരുന്നു. PTA മീറ്റിങ്ങും ടൂറിന് പോണ മീറ്റിങ്ങും, അങ്ങനെ 2 മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ PTA മീറ്റിങ്ങിന് പോയപ്പോൾ അവർ ഇപ്പോൾ 1-ാം ക്ലാസ്സിലല്ല, അപ്പോൾ അക്ഷരങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ച് വരുന്നതാണ്. പിന്നെ സംയുക്ത ഡയറി എഴുതാനുണ്ട്. അപ്പോൾ സംയുക്ത ഡയറിയിൽ നമ്മൾ രക്ഷിതാക്കളും കൂടെ ഒന്ന് കൂടി കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് മീറ്റിംഗ് വിളിച്ചത്. പിന്നെ നമ്മളെ നെച്ചുട്ടൻ്റെ പേപ്പർ കിട്ടിയില്ല, എന്നിട്ട് ആ പേപ്പർ എടുത്തോണ്ടെന്നാ. അപ്പോൾ പേപ്പറൊക്കെ കിട്ടി. പഠിക്കാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് അങ്ങനെ സ്കൂളിലത്തൊന്നും പഠിക്കില്ലെങ്കിലും സ്കൂളിൽ നിന്ന് അത്യാവശ്യം പഠിക്കും തോന്നുന്നു. അപ്പോൾ കുഴപ്പമില്ലാത്ത മാർക്കും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ, അവൻ്റെ മാർക്കും കാര്യങ്ങളും പേപ്പറും ഒക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് കണ്ടിക്ക അവൻ്റെ അമ്മേ പേപ്പറാക്കിയ കോലം കാണിച്ചു തരാം. നോക്കിയാൽ കാണുന്നുണ്ടോ? ഇതാണ് നമ്മളെ നെച്ചുട്ടൻ്റെ പേപ്പറിൻ്റെ കോലം. നിമിഷങ്ങളും ഇങ്ങോട്ട് നീറ്റ് മാറിക്ക് കാണിച്ചു കൊടുക്കട്ടെ. എന്താ ഉണ്ടോ എൻ്റെ നെച്ചുട്ടൻ പേപ്പറാക്കി കൊണ്ടത്. ഞാൻ ബാഗിൽ വെച്ചോ മോനെ, പേഴ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. മുണ്ടല്ല അടങ്ങിക്കേ, അടങ്ങിക്ക്, ഇത് കണ്ടില്ലേ, പറഞ്ഞോ കേൾക്കൂലവന്. അപ്പോൾ ഞാൻ നേരാക്കിക്കോളാം കേട്ടോ, നമുക്ക് നേരാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ മീറ്റിങ്ങിൽ പേഴ്സ് മാത്രം കൊണ്ടുപോയിട്ടുള്ളൂ. ചെറുതിനും ബാഗും എല്ലാം കൂടെ പിടിക്കാനല്ല, ബാഗ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ, ഫോൺ ഇടാനല്ല. അപ്പോൾ പേഴ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം ഇത് എക്സാമിൻ്റെ പേപ്പർ എല്ലാ വിഷയത്തിൻ്റെ ഉണ്ട് കേട്ടോ. അപ്പോൾ പേപ്പർ ഞങ്ങളെ കയ്യിലാണ് തരിക, ഇവരെ കയ്യിൽ കൊടുക്കില്ല. അപ്പം പേരൻസ് വന്നാൽ മാത്രമേ ഈ പേപ്പർ കൊടുക്കുള്ളൂ. അപ്പം തല്ലുണ്ടാക്കല്ലേ രണ്ടാണോ. അപ്പം പേപ്പർ തന്നപ്പം പിന്നെ കണ്ടോട്ടെ. അപ്പോൾ പേപ്പർ എനിക്ക് പിടിക്കാനുള്ള, മോളെ പിടിക്കണം, പിന്നെ പേഴ്സ് പിടിക്കണം. അപ്പോൾ ബുദ്ധിമുട്ടുകൊണ്ട് ഓൻ്റെ ബാഗിൽ വെക്കുക പറഞ്ഞായിട്ട് കൊടുത്തതാണ്. ഓൻ എന്താക്കിയത് ചുരുട്ടി മടിക്ക് എൻ്റെ ബാഗിൽ ഇട്ടിക്കണം. അതാണിത് ഇങ്ങനെ. നല്ല വൃത്തിക്കുണ്ടായിരുന്നു പേപ്പർ. എടുത്താ നിഷ്വാന് പേരൊന്നും എഴുതാൻ അറിയില്ല, പഠിച്ചിട്ടില്ല. നിഷ്വാൻ ഇംഗ്ലീഷിൽ പേര് എഴുതാൻ ശ്രമിച്ചതാ. കാണുന്നുണ്ടോ? നിഷ്വാൻ നല്ല എഴുതിയത്, വേറെ എന്തൊക്കെയോ ആണ് എഴുതിയിട്ടുള്ളത്. പിന്നെ കളർ കൊടുത്തിരിക്കണം കേട്ടോ, അടിപൊളിയായിട്ട് കളറൊക്കെ കൊടുത്തിട്ടുണ്ടോ. കളർ കൊടുക്കാനുണ്ട്, അതിന് കിട്ടിയിരിക്കണ. വീടിന് കളർ കൊടുത്തത് ശരിയായിട്ടില്ല ഉണ്ടോ, ശരിയായിട്ടില്ല. പിന്നെ ബാക്കി കളറൊക്കെ കൊടുത്തത് ടീച്ചർ ഒപ്പിച്ച് ഒക്കെ കൊടുത്തിരുന്നു. A ഗ്രേഡൊക്കെ കൊടുത്തിരുന്നു. അമ്മാവൻ്റെ വീട്ടിൽ പോയത് ആരാണ്? അമ്മിയാണ്, ആമയാണ്, സോറി ആമിയാണ്. ഞാൻ തന്നെ തെറ്റാണ്. അമ്മാവൻ്റെ വീട്ടിൽ പോയത് ആരാണ്? ആമി. അണ്ണൻ എന്താണ് ചെയ്യുന്നത്? ചാടിക്കളിക്കുന്നു. അതൊക്കെ ശരിയാക്കണ്ടേ. മലയാള പേപ്പറാണിത്. മലയാളത്തിൽ ബി മാർക്കാണ്. മലയാളത്തിന് B ഗ്രേഡ് കേട്ടോ. എന്താ വെച്ചോ, B ഗ്രേഡ്. പിന്നെ മാത്സിന് A ഗ്രേഡ് കേട്ടോ. സാധാരണ മാത്സിനൊക്കെയാണ് എനിക്കൊക്കെ വട്ടപ്പൂജ്യം കിട്ടല്. ഇതിൽ A ഗ്രേഡ് കിട്ടണം മാത്സിൽ. പിന്നെ 1-ാം ക്ലാസ്സും അല്ലേ, എന്നാലും ഓരോതായ ഒരു പഠിത്തത്തിൽ A ഗ്രേഡ് കിട്ടിക്കണം. പിന്നെ പരിസര പഠനത്തിൽ A ഗ്രേഡാണ്. പരിസര പഠനം A ഗ്രേഡ്.
കുഴപ്പമില്ല. ഇവിടുന്ന് പഠിക്കാൻ പറഞ്ഞാൽ തീരെ പഠിക്കൂല. ഇവിടുന്ന് പഠിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല അല്ലേ അനച്ചോ? ഇഷ്ടമല്ലല്ലോ ഇവിടുന്ന്. ആ പറ, അറബിയിൽ എ ഗ്രേഡ് ഇതാ കാണുന്നുണ്ടാവോ? ഇതാ ഏതവിടെ കണ്ടില്ലേ? എ ഗ്രേഡാണ് അറബിയിൽ. ഇവിടുന്ന് പഠിക്കാൻ പറഞ്ഞാൽ തീരെ പഠിക്കൂല. പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഭീഷണിപ്പെടുത്തു, അടിക്കുക. ഞാൻ അടിച്ചു കഴിഞ്ഞാൽ പഠിച്ചില്ലെങ്കിൽ ഞാൻ അടിക്കും, എനിക്ക് വേഗം ദേഷ്യം വരും. പഠിച്ചില്ല പറഞ്ഞേക്കും, എനിക്ക് മനസ്സിലാകാത്ത കളിയാണ് ഇവിടുന്ന്. അപ്പോൾ ഞാൻ വേഗം അടിക്കും. അപ്പോൾ എന്നെ പറയും ഞാൻ പഠിച്ചോല, ഞാൻ പോകും, എങ്ങോട്ടെങ്കിലും പോകും, ഞാൻ എങ്ങോട്ടേക്ക് പോകും എന്നൊക്കെ പറയും. അതിൽ ഞാൻ പറയും അവനോട് പിന്നെ എന്നെ പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അജ് അടിച്ചു കഴിഞ്ഞാൽ അജ് പോകും എന്നറിയണം, അജ് പോയിക്കോ അറിയും. ഞാൻ എല്ലാത്ത അറിയണേ. പിന്നെ മാത്സിലെ പരിസര പഠനം. ഇതിന് പേര് അടിപൊളിയായിട്ട് എഴുതിയിരിക്കണം കേട്ടോ. നിഷ്വാൻ എന്നുള്ളത് കാണുന്നുണ്ടാവോ? നിഷ്വാൻ കറക്റ്റ് എഴുതിയിരുന്നു. നിഷ്വാന് ചിലതില് ആൾക്ക് മനസ്സിലാവണില്ല, ചിലതിൽ എന്താണ് നല്ല രീതിയിൽ എഴുതുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷിലെ മാർക്കാണ് കുറച്ച് ഡേഞ്ചർ. ഇംഗ്ലീഷിൽ കോൺവെർസേഷനിൽ ഡി മാർക്ക്, ഡി ഗ്രേഡാണ്. ഇതാട്ടോ ഞാൻ പറഞ്ഞു തന്നില്ല, കാണിച്ചു തരാം. ഇതാണ് കണ്ടോ മാർക്ക്, ഇതാണ് നമ്മുടെ ടോട്ടൽ മാർക്ക്. അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ പിന്നെ പറഞ്ഞത് ഇതിൻ്റെ പേപ്പർ തരാൻ വേണ്ടിയിട്ട് അതിനൊരു മീറ്റിങ്, പിന്നെ ടൂറിന് പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവർ എന്താണ് പാപ്പിലിയോ വാട്ടർ തീം പാർക്കിലേക്കാണ് ടൂറ് പോകുന്നത്. അപ്പം അതിന് വേണ്ട കാര്യങ്ങളും അതിന് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ, പിന്നെ എന്തൊക്കെ വേണം, ഭക്ഷണത്തിൻ്റെതും ഫുഡിൻ്റെ കാര്യങ്ങളും ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ, പിന്നെ എത്ര മണിക്ക് എത്തണം എന്ന് പറയാൻ വേണ്ടിയിട്ട് 2 മീറ്റിംഗ്. അങ്ങനെ ടോട്ടൽ 2 മീറ്റിംഗ് ആണ് ഉണ്ടായിരുന്നത്. ആ 2 മീറ്റിങ്ങും കഴിഞ്ഞ് വരുമ്പോഴേക്ക് 4:30 ആയിട്ടുണ്ട്. 4:30. അപ്പം നമ്മൾ ടൂറിനുള്ള പൈസ ഒന്നും കൊടുത്തിട്ടില്ല, പൈസയൊക്കെ കൊടുക്കണം. ഇനി കൊടുത്തിട്ടില്ല, കുറച്ച് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഒന്നും ആയിട്ടില്ല. എല്ലാ കുട്ടികളും പോകുമ്പോൾ മാത്രം പോകാതിരിക്കുമ്പോൾ ഓനക്കൊരു വിഷമമല്ല വെച്ചിട്ടാണ്, അല്ലാതെ എന്താണ് പറഞ്ഞയപ്പിക്കാനുള്ള താല്പര്യം കൊണ്ടൊന്നുമല്ല. കാരണം എല്ലാവരും പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ മോന് മാത്രം ഒന്നും എന്താ പറയുക, ഒരു പൊട്ടൻ്റെ മാതിരി സങ്കടപ്പെട്ടിരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് പറഞ്ഞയപ്പിക്കുക. പിന്നെ ആദ്യത്തെ ടൂറും അല്ലേ, ഇൻഷാ അല്ലാഹ് അല്ലാഹ് ഹയറാക്കി കൊണ്ടുവരട്ടെ എന്ന് വിചാരിക്കും. നിങ്ങളെല്ലാവരും ദ്വാരക്കണം. അപ്പം നമ്മൾ ടൂറിന് പോണതും അവിടുന്ന് ടീച്ചർ വീഡിയോ ഒക്കെ എടുത്ത് അയച്ചുതരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ നമ്മളിടും. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞങ്ങളിഷ്ടം എല്ലാവരും നമ്മളെ എന്താക്കണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.